ഇറാൻ ഇസ്രായേൽ വാറിന്റെ ഇടയ്ക്ക് US വന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് എന്താ, മാർക്കറ്റ് നേരെ ഒരു റാലി തരും ഇല്ലെങ്കിൽ ഒരു ഫോള് തരുമെന്നാണ് എക്സ്പെക്ട് ചെയ്തത്. നമ്മളൊരു ബയാസ് ഫിക്സ് ചെയ്യുക, ഏത് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്നുള്ളത്, എന്നിട്ട് അതിനുവേണ്ടി മാത്രം നമ്മൾ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളത്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ നമ്മൾ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട്. ട്രേഡ് മാക്സ് അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ. അപ്പോൾ 25,150 എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് ഏതായിരിക്കും എടുക്കേണ്ടത്, ATM ആയിരിക്കണം എടുക്കേണ്ടത്. താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക, ശരിയായ ഉത്തരം നൽകുന്ന ഒരാൾക്ക് 500 രൂപ ലഭിക്കുന്നതായിരിക്കും. സ്റ്റോക്ക് സജഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇതൊക്കെ എൻ്റെ ട്രേഡ്സ് ആണ്, ഞാൻ കൺസിഡർ ചെയ്യുന്ന എൻ്റെ സ്വന്തം ട്രേഡ്സ് ആണ്. നിങ്ങൾക്കിത് സുഖമായിട്ട് നിങ്ങൾക്കിത് കിട്ടും. ദാൻ ഫയേഴ്സ് ഇല്ലെങ്കിൽ ആലീസ് ബ്ലൂ തന്നെ നിങ്ങൾ ചെയ്യുക. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കുള്ള പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് Arun here, your coach, your mentor, your trainer in trading. ഇന്ന് മാർക്കറ്റ് നമ്മൾ എക്സ്പെക്ട് ഇറാൻ ഇസ്രായേൽ വാറിന്റെ ഇടയ്ക്ക് US വന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് എന്താ, മാർക്കറ്റ് നേരെ ഒരു റാലി തരും ഇല്ലെങ്കിൽ ഒരു ഫോള് തരുമെന്നാണ് എക്സ്പെക്ട് ചെയ്തത്. ഏതെങ്കിലും ഡയറക്ഷനിലോട്ട് ഒരു പുഷ് തരും, ഇതായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. എസ്പെഷ്യലി എല്ലാവരും വിചാരിച്ചെന്താ, നല്ലൊരു ഫോള് വരും, ഇത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് എന്താ, എന്റെ വ്യൂ ബുള്ളിഷാണ്, നേരെ ഇതായിരിക്കും എന്നുള്ളത്. ഞാൻ ഒരിക്കലും പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതാണ് എന്നുള്ളത്. പക്ഷേ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അതായത് നമ്മളൊരു ബയാസ് ഫിക്സ് ചെയ്യുക, ഏത് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്നുള്ളത്, എന്നിട്ട് അതിനുവേണ്ടി മാത്രം നമ്മൾ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളത്. ഇന്ന് നമുക്കൊരു ഹ്യൂജ് റാലി, കുറെ അധികം സ്റ്റോക്ക്, 10-ലധികം സ്റ്റോക്ക് ഓൾറെഡി ഞാൻ ഇന്ന് നമ്മളുടെ ഈ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനിയും അതിൽ കൂടുതൽ ഷെയർസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് മെൻഷൻ ചെയ്യുക. അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം, നമ്മുടെ നേരെ താഴെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്, ഫസ്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, നിങ്ങൾ ചോദിക്കുന്ന സ്റ്റോക്കുകളുടെ അനാലിസിസ് നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോഴേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഫസ്റ്റ്. അല്ലെ നിങ്ങൾ അനാലിസിസ് ഇട്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പിന്നീട് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മിസ്സായി പോകും, അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് നേരെ ജമ്പ് ചെയ്യാവുന്നതാണ്. ഇന്ന് മാർക്കറ്റ് പോസിറ്റീവ് ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തത്. ഒരു ഗ്യാപ് ഡൗണിലായിരുന്നു ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത്. അത് കഴിഞ്ഞിട്ട് കൺസോളിഡേറ്റ് ചെയ്തു. പക്ഷെ നമ്മളുടെ കഴിഞ്ഞ ദിവസം തൊട്ടുള്ള നമ്മുടെ പ്ലാൻ എന്തായിരുന്നു, ഈ ഒരു സെർട്ടൈൻ ലെവൽ, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഹൈക്ക് മുകളിൽ വരികയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുക എന്നതായിരുന്നു നമ്മുടെ വ്യൂ. അപ്പൊ നമുക്കത് ഇന്ന് എത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ നമ്മൾ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട്. ട്രേഡ് മാക്സ് അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ. സോ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മളിവിടെ നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് കണ്ടത്. അപ്പൊ നാളെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നാളെ നമ്മൾ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു 25,150 മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കും. അപ്പൊ 25,150 എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് ഏതായിരിക്കും എടുക്കേണ്ടത്, ATM ആയിരിക്കണം എടുക്കേണ്ടത്. ATM, ITM, OTM നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. നിങ്ങൾ അതിനനുസരിച്ച് നോക്കുക കാര്യങ്ങൾ. അപ്പൊ നമ്മൾ നേരെ ബാങ്കിലേക്ക് വരികയാണ്. ബാങ്ക് എന്താണ് പറയുന്നത്, ബാങ്കും സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ്. 56,300 ഈ ഒരു ഹൈ, ഇന്നത്തെ ഹൈ അല്ല, വെള്ളിയാഴ്ചത്തെ ഹൈക്ക് മുകളിൽ വരികയാണെങ്കിൽ 56,300 മുകളിൽ. അപ്പൊ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് ഏതായിരിക്കാം, ATM ആയിരിക്കും ഞാൻ എടുക്കുന്നത്. 56,300 തന്നെയായിരിക്കും ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സ്പയറി ഞാൻ പ്രിഫർ ചെയ്യും. ഓക്കെ, എന്നിട്ടായിരിക്കും നമ്മളിത് നേരെ നോക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റാലി നമുക്ക് കാണാം. 56,500 ഉണ്ട്, 56,700, 800 വരെയൊക്കെ ഒരു റാലി കാണാൻ പ്രോബബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഫിന്നിലേക്ക് വരികയാണെങ്കിൽ ഫിന്നിൽ എന്താ കാണുന്നത്, ഓൾമോസ്റ്റ് സെയിം ആസ് ഓഫ് നിഫ്റ്റിയും അതുപോലെ തന്നെ നമ്മളുടെ ബാങ്കും പോലെ തന്നെയാണ് നമ്മളിത് കാണാനായിട്ടുള്ളത്. അപ്പം നാളെ, അതായത് വെരി നെക്സ്റ്റ് ഡേ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 26,674. സോ 26,650 നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പം 26,900 വരെ പോകാൻ പ്രോബിലിറ്റി ഉണ്ട്. അതായത് ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, ഈ ലെവലിന് മുകളിലായിരിക്കും നമ്മളുടെ ബുള്ളിഷ് വ്യൂ എന്നുള്ളത്. അടുത്ത നമ്മൾ മിഡ് ക്യാപ്പിലേക്ക് വരും. ഇന്ന് നമ്മൾ മിഡ് ക്യാപ്പ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, സെക്കൻഡ് ടാർഗറ്റിലേക്ക് പോയിട്ടില്ല. അപ്പൊ നമ്മൾ നാളെ എന്തായിരിക്കും ചെയ്യുന്നത്, ഈ ഒരു സെർട്ടൈൻ ലെവൽ 13,075 മുകളിൽ പോവുകയാണെങ്കിൽ സോ 13,100 നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഇവിടെ ആയിരിക്കും നമ്മളുടെ ബുള്ളിഷ് വ്യൂ ഉള്ളത്. ഓൾറൈറ്റ്, ഈ ഒരു സെർട്ടൈൻ ലെവലിന് മുകളിൽ നമ്മൾ ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യും. 13,150 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റാലി കാണാവുന്നതാണ്. സെൻസെക്സിലും ഇതുപോലൊക്കെ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. നിഫ്റ്റിയിലെ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഹൈ 82,500, 82,800 വെള്ളിയാഴ്ചത്തെ ഫ്രൈഡേയിലെ ഹൈ ആയിരിക്കും നോക്കുന്നത്. ഇന്നത്തെ ഹൈ ആയിരിക്കില്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഒരു സ്ട്രോങ് റെസിസ്റ്റൻസിന് വേണ്ടി നിൽക്കുകയാണ്. സ്ട്രോങ്
പുഷ് കിട്ടണം, സ്ട്രോങ് മൊമെന്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്, ETF ഫുൾ ഫോം എന്താണ്? താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. ശരിയായ ഉത്തരം നൽകുന്ന ഒരാൾക്ക് 500 രൂപ ലഭിക്കുന്നതായിരിക്കും. മറക്കരുത്, ETF എന്തായാലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സോ നേരെ പോവുക, താഴെ ചെല്ലുക, നേരെ ETF ഫുൾ ഫോം എഴുതി വെക്കുക. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ മണി, ഇറ്റ്സ് അബൌട്ട് പാർട്ടിസിപ്പേഷൻ, റൈറ്റ്? അപ്പൊ നമ്മൾ അടുത്ത ഒരു സ്റ്റോക്ക് നോക്കാം. ഇന്ന് BL അത്യാവശ്യം നല്ലൊരു രീതിയിൽ നല്ലൊരു റാലി തന്നിട്ടുണ്ട്, കുഴപ്പമില്ലാത്തൊരു പുഷ് തന്നിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ അത് പുഷ് ആകുന്നുണ്ട് തന്നെ. നമുക്ക് അതിന് മുമ്പ് കമ്മോഡിറ്റിയിലോട്ടൊന്ന് പോകാവുന്നതാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ ഫ്യൂച്ചർ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ റീസെന്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ബുള്ളി സൈഡിലേക്ക് തന്നെയാണ്, ബട്ട് എന്നാൽ ഇത് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം, ഒരു 6500 അല്ലെ 6600 മുകളിൽ വരുമ്പോൾ നല്ലൊരു റാലി നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ക്രൂഡ് ഓയിലൊക്കെ നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഒരു 1 അവറിൽ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതുപോലെ തന്നെ നിങ്ങൾ കമ്മോഡിറ്റി മാർക്കറ്റിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന ഓഗസ്റ്റ് 4, 5, 6 ഞാനുണ്ട് കൂടെ 3 ദിവസം വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ ഒരു ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ഡീകോഡിംഗ് കമ്മോഡിറ്റി മാർക്കറ്റ്, അതായത് ക്രൂഡ് ഓയിൽ, ഗോൾഡ്, നാച്ചുറൽ ഗ്യാസ്, ഇതിൽ സിൽവർ ഇതൊക്കെ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നത് ഈ ഒരു സെഷൻ പറ്റും. വെറും 1000 രൂപയുള്ളൂ. ഡോണ്ട് മിസ് ഇറ്റ്. ഇൻ കേസ് നിങ്ങൾ മിസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡിങ്സും കിട്ടുന്നതായിരിക്കും. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്രൂഡ് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നാച്ചുറൽ ഗ്യാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു എൻട്രി ഉണ്ടോ നോക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിമിൽ ആൻഡ് 1 അവർ ടൈം ഫ്രെയിമിൽ ആയിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത്. കുഴപ്പമില്ല, ബേസ് ആണ് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞാൻ എന്തായാലും ഇതിലോട്ട് കൂടുതൽ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കില്ല, നാച്ചുറൽ ഗ്യാസിലും ക്രൂഡിലും ഇല്ല. ഇനി നമുക്ക് നേരെ ഗോൾഡിലോട്ട് നോക്കാം. നമ്മളുടെ വളരെ ഒരു ഹ്യൂജ് പുഷ് നമുക്ക് കിട്ടുന്നുണ്ട് ഇൻ ഗോൾഡ് ആൻഡ് ഇൻ സിൽവർ. സിൽവറിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇവിടുന്ന് ഒരു ആംഗുലർ റെസിസ്റ്റൻസ് വരച്ചാൽ ഇവിടുന്ന് കുഴപ്പമില്ലാതെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു ക്യാൻഡിലാണ്, നല്ലൊരു പുഷാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ സിൽവറിലേക്ക് നോക്കുകയാണെങ്കിൽ സിൽവറും കുഴപ്പമില്ലാത്ത ഒരു പുഷ് തന്നിട്ടുണ്ട്. സിൽവർ നമുക്ക് ഈ ഒരു എക്സ്പെക്ടേഷൻ എനിക്കുണ്ട്. ഇത് നേരെ ബ്രേക്ക് ചെയ്ത് 36.4ഉം 36.76 പോയി. ഇത് ഞാൻ ഗ്ലോബൽ മാർക്കറ്റിലെ ചാർട്ട് തന്നെ എടുത്തേക്കുന്നത്. സോ ദാറ്റ് നമുക്ക് വൈകുന്നേരം ആണെങ്കിലും ആകാൻ സാധിക്കുമല്ലോ. എനിവേ $36.4 ഒക്കെ ആകുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താകുമെന്നുള്ളത്. ഗോൾഡും സിൽവറും കുഴപ്പമില്ലാത്ത ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. ട്രേഡ് എടുക്കാം, ഇറ്റ്സ് ഗുഡ് എന്ന രീതിയിൽ ഞാൻ എന്റെ വ്യൂ, ദിസ് ഇസ് ജസ്റ്റ് മൈ വ്യൂ. ഓക്കെ, ഒരിക്കലും ഒരു സ്റ്റോക്ക് സജഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതൊക്കെ എന്റെ ട്രേഡ്സ് ആണ്, ഞാൻ കൺസിഡർ ചെയ്യുന്ന എന്റെ സ്വന്തം ട്രേഡ്സ് ആണ്. നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഒരു സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റി കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡ് സെഷനിൽ പോയി കഴിഞ്ഞാൽ സ്വിംഗ് ട്രേഡ്സിനെ പറ്റി എടുക്കാം. ഞാനൊരു പ്രോപ്പർ സ്വിംഗ് ട്രേഡറാണ്. അപ്പൊ ഇനി മുതൽ നമ്മൾ എന്തായാലും നമ്മളുടെ എടുക്കുന്ന സ്റ്റോക്സുകൾ നമ്മൾ ഇന്ന സ്റ്റോക്സ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടെ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഒരിക്കലും സിഗ്നലോ കാര്യമൊന്നും അല്ല കേട്ടോ, അതൊന്നും കിട്ടത്തില്ല, അതൊന്നും എക്സ്പെക്ട് ചെയ്ത് വരികയും ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് ലൈക്ക് ഏത് സ്റ്റോക്കാണ് എടുക്കുന്നത്, എന്തുകൊണ്ട് നമ്മൾ അത് എടുക്കുന്നു, ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾക്ക് അത് എടുക്കാനായിട്ട് സാധിക്കുന്നതുമായിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് സ്റ്റോക്സിലോട്ടൊന്ന് പോകാം അല്ലെ. ആദ്യം തന്നെ നമുക്ക് റിലയൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. റിലയൻസ് കുഴപ്പമില്ലാത്ത ഒരു പുഷ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിക്കേ. ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഇത് ഓൾറെഡി നമുക്കൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ, ഈ ബോഡിയെ വിക്കിനെ കൺസിഡർ ചെയ്യുന്നില്ല, ബോഡിയെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ക്യാൻഡിൽ, അതായത് വെള്ളിയാഴ്ചത്തെ ക്യാൻഡിൽ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് അതിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് ഫ്യൂച്ചേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അറൌണ്ട് ലൈക്ക് ഒരു 10 ലോട്ടോളം ഫ്യൂച്ചേഴ്സ് ഞാൻ റിലയൻസിൽ എടുത്ത്. ഞാൻ ഫ്യൂച്ചേഴ്സ് അങ്ങനെ ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ, ബട്ട് റീസെന്റ് ഞാൻ ഫ്യൂച്ചേഴ്സിലോട്ട് ജമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ തന്നെ ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് ഫ്യൂച്ചേഴ്സ് തന്നെ സ്പെഷ്യലൈസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പം അതിലേക്ക് എന്തുകൊണ്ട് ഞാനും ഇനി ഫ്യൂച്ചേഴ്സിലോട്ട് ഇറങ്ങുന്നില്ല എന്നുള്ളതിൽ അപ്പൊ ഞാൻ അങ്ങനെ ഫ്യൂച്ചേഴ്സിലോട്ട് കൂടുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയെന്നുള്ളത്. അപ്പൊ ബാക്കി സ്റ്റോക്സിൽ ഏഷ്യ മോട്ടോഴ്സ്, റൈറ്റ്, ഏഷ്യ മോട്ടോഴ്സ് കുഴപ്പമില്ലാത്ത ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബോത്ത് ഇൻ ഡെയിലി ടൈം ഫ്രെയിം നോക്കിയാലും നമുക്ക് കാണാം. കണ്ടോ, ഇവിടുന്ന് നല്ലൊരു പുഷ് നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇൻ നമ്മളുടെ ഏഷ്യ മോട്ടോഴ്സ്. കണ്ടോ, ഇതൊന്നും സ്റ്റോപ്പ് ലോസ് ഇട്ടല്ല, ഇതിന് താഴെ വന്ന് ക്ലോസ് ചെയ്യണം. ബട്ട് എന്നാൽ ഇത് അത്യാവശ്യം നല്ല പുഷാണ് നമുക്ക് തന്നിട്ടുള്ളത്. അടുത്ത നമ്മൾ ഡിവിസ് ലാബ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡിവിസ് ലബോറട്ടറീസ് കുഴപ്പമില്ലാത്ത ഒരു ബ്രേക്ക് ഔട്ട് തന്ന ഒരു ചെറിയൊരു പുഷിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെയാണോ. റീസെന്റ് നല്ലൊരു പുഷ് ഇവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ചെക്ക് ചെയ്യാം, കൺസിഡർ ചെയ്യാവുന്നതാണ്. IOC വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പൊ ഇപ്പൊ ഏഷ്യ മോട്ടോഴ്സ് ആകാം, ഡിവിസ് ലാബ് ആകാം, ഇതിലെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് IOC തന്നെയാണ്. IOC ഹിയർ നല്ല
നല്ലൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 143 ഒക്കെ അത് സ്വിംഗ് ആണ് കേട്ടോ, സ്വിംഗ് ട്രേഡ് ആണ്. സോ നമ്മുടെ സ്വിംഗ് ട്രേഡിന്റെ ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എങ്ങനെയെന്നുള്ളതൊക്കെ. സോ സ്റ്റേ ട്യൂൺ. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ജോയിൻ ചെയ്യുക. സ്വിംഗ് ട്രേഡിംഗ് വെറും 299 രൂപയുള്ളൂ, ജസ്റ്റ് 299 rupees. സോ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി കിട്ടുമെന്നേ. സോ വൺ ടൈം പേയ്മെന്റ് ആണ്. സോ ഡോണ്ട് വെറി, ഡോണ്ട് ഹെസിറ്റേറ്റ്, ജസ്റ്റ് ഡു ഇറ്റ്, റൈറ്റ്? അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അദാനി എന്റർപ്രൈസ് ആൻഡ് അദാനി പോർട്സ്, അദാനിയുടെ എല്ലാ സ്റ്റോക്സും ചെറിയൊരു കണ്ടോ ഈ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ അദാനി എന്റർപ്രൈസ് ഞാൻ ഇന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അദാനി എന്റർപ്രൈസസ് ഈ നല്ലൊരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആണ് നമുക്കിത് തന്നിട്ടുള്ളത്. അടുത്ത നമുക്ക് ടാറ്റ പവറും നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടൈറ്റാനും ഉണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടോ സൂപ്പർബായിട്ട് റാലി തന്നിരിക്കുകയാണ്. ടൈറ്റാനും നമുക്ക് കൂടുതൽ ഇത് തന്നിട്ടുണ്ട്. സോ ഈ ഒരു സ്വിങ്ങിനെ പറ്റി, ഡീറ്റെയിൽ സ്വിങ്ങിനെ പറ്റിയൊക്കെ നമുക്ക് എന്തായാലും നമ്മൾ ആ സ്വിങ്ങിന്റെ കോഴ്സിൽ കിട്ടുന്നതായിരിക്കും. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇതുവരെ ട്രേഡേഴ്സ് ചലഞ്ച് ജോയിൻ ചെയ്തത്, ജോയിൻ റൈറ്റ് നൗ. 1 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. 1 ലക്ഷം രൂപ നിങ്ങളുടെ സ്വന്തമാണ്. വേറെ ഒന്നും ചെയ്യണം. എന്തായാലും നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ സ്വന്തം ധന്നിന്റെ ലിങ്ക് കൊണ്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഫയേഴ്സിന്റെ ലിങ്ക്, ഇല്ലെങ്കിൽ ആഗ്ലീസ് ബ്ലൂവിന്റെ ലിങ്ക്. ഇത് എന്താന്ന് വെച്ച് നിങ്ങൾക്ക് ചെയ്യുക. എക്സൈറ്റിംഗ് ഓഫർ, റൈറ്റ്? 1 ലക്ഷം രൂപ ചുമ്മാതെ, റൈറ്റ്? 1 ലക്ഷം രൂപ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ അനലൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ തന്നെ ബ്രോക്കറെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദാൻ ഫയേഴ്സ് ഇല്ലെങ്കിൽ ആലീസ് ബ്ലൂ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാം. അപ്പൊ ചോദ്യം മറക്കണ്ട, 500 രൂപ വിൻ ചെയ്യാനായിട്ടുള്ളത് ETF ഫുൾ ഫോം എന്താണ്? ദാറ്റ്സ് ഇറ്റ്. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാവുന്നതാണ്.